ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഇന്ന് ഞങ്ങൾ 3 പേരേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കേണ്ട. ഓക്കെ, അപ്പം ഇന്ന് ഞങ്ങളുടെ കൂടെ ഫുൾ ഫാമിലി ഉണ്ട്. അപ്പം ഇന്നൊരു പ്രത്യേകത ഉണ്ട് ഗൈസ്. ഇന്ന് നല്ല ഇനി അങ്ങോട്ട് ഫുള്ള് പ്രത്യേകത തന്നെയാണ്. പക്ഷെ അത് സർപ്രൈസ് അല്ല സിനിമ. ഓക്കെ, നമുക്ക് അവിടെ അല്ല ചെമ്മച്ചെടുത്തത് മറ്റേ കാറിൽ വെച്ച് ഞാൻ കണ്ടിട്ടില്ല. ഈ ഒന്നിക്കൊന്നും വേണ്ട, അല്ലെങ്കിൽ തന്നെ ആ റെഡി ആക്കല്ല. അതൊരു ഷെമ്മി അടിക്കും ഉള്ളില്. നമ്മളങ്ങട്ടാ കോഴിക്കോട് എന്തിനാ അപ്പൊ പറയണ്ട, സർപ്രൈസ്. ആദ്യമായി കയറുന്നത് ഇതിലേക്കാണ്. നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിരിക്കണം തോന്നുന്നു. ഞാൻ ചെയ്യുന്ന സെക്കൻഡിലല്ല, സ്റ്റിച്ച് ചെയ്യണത് ബേസ്മെന്റിലാണ്. ഇത് താഴേക്കാ പോണത്, മേലേക്കാക്ക്. നമ്മള് എടുത്തുള്ള പറയട്ട സീന് വാങ്ങുന്നേ നേരല്ല. അപ്പം നമ്മളടുത്തുള്ള ബ്ലൗസിൻ്റെ വലിപ്പം കുറവാണല്ലേ. അപ്പം ഞങ്ങൾക്ക് അവിടെ കുറച്ചും കൂടി നീട്ടാണ്ട്. അപ്പം അതിനുള്ള നെറ്റും പിന്നെ കുറച്ച് സ്റ്റോണുകൾ പറഞ്ഞാൽ സ്റ്റോണുകൾ വാങ്ങണം. പിന്നെ അത് കഴിഞ്ഞിട്ട് എന്താണ് സ്റ്റിച്ച് ചെയ്യാം. ഉണ്ടാവുമല്ലോ, കൈക്കില്ലല്ലോ. ഒരു കൈയും പറഞ്ഞീനും മറ്റേ ഹാങ്ങിങ്സ് ആണ്. ശരി. പട്ടാന്ന് ഉദ്ദേശിക്കുന്ന കാക്ക ഏതാ? സാധനങ്ങളൊക്കെ വാങ്ങി ഇനി എന്താണ് ഇത് ഇനി സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കണം. അത് ബേസ്മെന്റിലാണ്. പക്ഷെ ആദ്യം ഇവിടെ പേ ചെയ്യണം. ഒരു ഓണം സ്പെഷ്യൽ സെറ്റാക്കുകയാണ് ഗൈസ്. ക്യാഷ് ബില്ല് ചെയ്ത് പിന്നെ ഇവിടെയാണ് ഡെലിവറി ഗൈസ്. എന്റെ മാമനെ ആ ബ്ലൗസിന്റെ കാര്യം ഏകദേശം സെറ്റ് ആയിരിക്കണം. അത് ഇനി 25-ാം തീയതി കിട്ടും. ഞങ്ങൾ നെറ്റും പിന്നെ ഹാങ്ങിങ്സും വാങ്ങി അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. ഇനി കുട്ടികളുടെ സെറ്റാണ്, അതിനാണ് ടൈം പിടിക്കുക. കലിപ്പന്റെ കാന്താരി. യൂട്യൂബ് ചാനൽ ഞങ്ങളെ അമ്മായി മാമന്റെ ചെറിയ മാമന്റെ അപ്പൊ കുട്ടികളുടെ സെറ്റായി. കുട്ടികളുടെ ഫുള്ളായിട്ട് സെറ്റായിട്ടില്ല. 4 പേർക്ക് സെറ്റായി. ടോട്ടലി 9 പേരുണ്ട്. അവരുടെ സെറ്റാക്കും. അടുത്തത് വുമൻസിനെ നോക്കാൻ പോകാം. എന്താ കളിക്കണേ? നമുക്ക് സെറ്റാക്കാം. അപ്പൊ എല്ലാരും ഓരോരുത്തരുതായിട്ട് ഇങ്ങനെ എടുക്കുന്നുണ്ട്. ചില ആൾക്കാർക്ക് സെറ്റ് ആവുന്നുണ്ട്, ചില ആൾക്കാർക്ക് നേരമായി വന്നിട്ട് ചായ കുടിക്കഴിഞ്ഞിട്ട് എല്ലാം ഇടങ്ങാറുണ്ട്. ഇനി എപ്പോഴാ അവിടെ നിന്ന് രക്ഷപ്പെടാതെ അറിയില്ല. നമുക്കൊന്നും സെറ്റ് ആയിട്ടില്ല അല്ലേ. ഇതിനിടക്ക് ഇവക്ക് റെസ്റ്റ് റൂമിൽ പോകണം പറഞ്ഞു. ഞാൻ കുറച്ച് ഫ്രഷായി കഴിച്ചു. എത്ര നേരമായോ ഷോപ്പിംഗ് ഇതുവരെ തീർന്നിട്ടില്ല. ഏതാ അശാകന കണ്ടീനി അടി ഇരുന്ന് പാവുള്ള കഴിഞ്ഞോ ചോദിച്ചു.
അങ്ങനെ നമ്മുടെ ഏകദേശം കഴിയാനായിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് 3 ആൾക്കും ആയിട്ടില്ല. ഇത് കുറച്ച് നല്ല ഹെവി ആക്കണം. അതൊക്കെ നമുക്ക് ലാസ്റ്റ് പറയാം. പിന്നെ അമ്മായിസിനും എല്ലാവർക്കും എല്ലാവർക്കും ആയി. ഓക്കെ, അപ്പൊ ഗൈസ് ഷാളുകൾ എടുത്തു കഴിഞ്ഞു. ഇവരുടെ എടുത്ത ഡ്രസ്സിന്റെ ഷാളുകളൊക്കെ എടുത്തു കഴിഞ്ഞ്. പക്ഷെ എന്താക്കും, ഡ്രസ്സുകളൊന്നും ഞങ്ങൾ ഇപ്പൊ കാണിച്ചു തരില്ല. ഓക്കെ, ബ്ലൗസ് ഒന്നും കൂടി ഞങ്ങള് വാങ്ങാൻ പോവാണ്. കാരണം അതിനനുസരിച്ചുള്ള ഷാൾ എടുക്കാണ്ട്. അതിനൊരു പീസ് കിട്ടിയ ഇത്ര നേരായി മണ്ടിപ്പയ്യ ഓണായിക്കണം മുഖമൊക്കെ. ഇനിയിപ്പൊ ഇതോടെ തീരുവയ്ക്കാരല്ലേ, ഇനി വേറെ ഷോപ്പൊക്കെ ഒന്നും പോകില്ല ഇപ്പൊ. അതുകൊണ്ട് ഇടങ്ങാറുണ്ട്, നല്ല വേനാവണ്. ഇനി കുറച്ച് കോഫിയൊക്കെ കുടിച്ച് അങ്ങനെ സെറ്റ് ആവും, അപ്പൊ ഫ്രഷ് ആവും. നമ്മള് ഫാൻസി നോക്കണം, നോക്കട്ടെ. ലാസ്റ്റ് സെക്ഷനിലേക്ക് കടന്നത് ബില്ലടിക്കണം. ഓരോരുത്തരായി ഇവിടെ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ട്. അവിടെ ചില ആൾക്കാർ ബില്ലടിക്കുന്നുണ്ട്. ഇവിടെ ബില്ലടിച്ചിട്ട് ഇവിടെയാണ് ഡെലിവറി. അത് അമ്മായി ഇവിടെ വേറെ ഡിസ്കഷൻ. ഇപ്പോൾ 7:15 കഴിഞ്ഞ്. അപ്പം ശോഭിക അപ്പോഴും വിട്ടിട്ടില്ല. അടുത്ത എങ്ങട്ടാ? അങ്ങനെ ഞങ്ങൾ നെക്സ്റ്റ് ഷോപ്പിലേക്ക് എത്തി. കസവ കേന്ദ്ര പാർക്കിങ്ങിലാണ് ഞങ്ങളിപ്പോൾ ഇറങ്ങുകയാണ്. ഓണം സ്പെഷ്യൽ റിഷ്മാൻക്ക് നോക്ക് ബിഷ്മോടെ ഊതിന്റെ ഡ്രസ് നോക്കുന്നു. ഞമ്മക്കുള്ള നോക്കാല്ലേ, എങ്ങനെയാന്ന് ഒരു ഐഡിയ ഇല്ല. ഇവിടെ ഫാമിലീസ് എല്ലാം അതിന്റെ ഷോൾ കുറച്ച് ഡീസന്റ് ആയി പറഞ്ഞത്. കൂട്ടത്തല്ലെന്ന് പറയും മലയാളത്തിൽ. ബേബീസ് കുട്ടികൾക്കൊക്കെ ആ ഒരു രീതിക്ക് നടക്കുന്നുണ്ട് ഗൈസ്. ഞങ്ങൾ അതിനിടയ്ക്ക് ഞങ്ങളെ ഡ്രസ്സിനാ ഇതൊക്കെ തീരെ രസമില്ലാത്തത്. നമ്മൾ ഫുൾ ലൈറ്റ് കളേഴ്സാണ് നോക്കുന്നത്. ഞങ്ങൾ ഡ്രസ്സ് നോക്കി, ഞങ്ങൾ ഡ്രസ്സ് സെറ്റായി. ഒന്ന് ഇഷ്ടപ്പെട്ടേനു അഴുത്തീര. ദിസ് ഇസ് മൈ ഉണ്ടാവും, പക്ഷെ അത് നല്ല രസം അഴിച്ചിട്ട് വേഗം എടുക്കണം. ഞങ്ങളെ ഫസ്റ്റ് അളിയൻ, അതായത് ഇവളുടെ ഹസ്ബൻഡ്, വൺ ആൻഡ് ഓൺലി ബ്രദർ. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് അതൊക്കെ എന്താ
മൈക്ക് ഉണ്ടല്ലോ കട്ട് ചെയ്ത് നെഞ്ചിനുള്ളിലല്ലേ പാടണേ നെഞ്ചിനുള്ളിൽ നീയാണ് കണ്ണുമൃതം നീ കലാലയം ബിലാലിന്റെ മുത്ത് ബിലാലിന്റെ ബാങ്കൊലി പരത്തയ പൂവി മഹദിയാം കാരി. നേരത്തെ ഫുഡ് കഴിക്കാതെ പോന്നിട്ടാണെങ്കിലും ഈ സമയത്തന്നെ എത്തുള്ളൂ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് തൊട്ടങ്ങോട്ട് ബെല്ലടിക്കുക. ഓക്കെ, അപ്പൊ അടുത്തൊരു വീഡിയോ ഞങ്ങൾ വീണ്ടും വരുന്നവരെ ബൈ.